അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, സദസ്സിലിരിക്കുന്ന മാന്യവ്യക്തികളെ, ഞാൻ ഇന്ന് ഈ വേദിയിൽ ഇമാം മാലിക് റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ക് എന്ന വിഷയത്തിൽ ചെറിയ പ്രസംഗം പറയാൻ പോവുകയാണ്. നാദം തുണിക്കട്ടെ. ആമീൻ. മദീനയിലെ ഇമാം എന്ന പേരിൽ പ്രശസ്തനായ കർമ്മശാസ്ത്ര മദ്ഹബുകളിലെ രണ്ടാം ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു. അദ്ദേഹത്തിന്റെ പ്രശസ്തി വാനോളം എത്തിയത് ഇഷ്കു നബിയിലാണ്. മദീന ഭൂമിയിൽ ഒരു തവണ പോലും ചെരുപ്പ് ധരിച്ച് സഞ്ചരിക്കുകയോ ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യുകയോ ചെയ്തിട്ടില്ല. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം പതിഞ്ഞ മണ്ണിൽ ഞാൻ ചെരുപ്പ് ധരിച്ച് സഞ്ചരിക്കുകയോ ഒട്ടകക്കൊഴുപ്പ് വർദ്ധിപ്പിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതുബുക്കേടാണ്. നോക്കൂ, എന്തൊരു സ്നേഹം. ഒരു ദിവസം ഹദീസ് ക്ലാസിന്റെ ഇടയിൽ വേഷമുള്ള തേൾ ഇമാം മാലിക് റളിയല്ലാഹുവിനെ 16 തവണ കുത്തി. എന്നിട്ടും ഹദീസ് ക്ലാസ് നിർത്തിയില്ല. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹദീസ് പൂർത്തിയാക്കാതെ ഹദീസ് ക്ലാസ് നിർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതുബുക്കേടാണ്. ഇനിയും ഏറെയുണ്ട് പറയാൻ. അക്കാലഘട്ടത്തെ സുന്നിയും സൂഫിയുമായ രാജാവ് ഖാലിദ് ഹാറൂൻ റഷീദ് ഒരിക്കൽ ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വാതിൽ തുറക്കാൻ കുറച്ച് നേരമെടുത്തു. അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ വിനീതനായി പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേൾക്കാൻ മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ശുദ്ധിയാവലും അടിഞ്ഞൊരുങ്ങലും എനിക്ക് നിർബന്ധമാണ്. നോക്കൂ, എന്തൊരു സ്നേഹം. ഇനിയും ഏറെയുണ്ട് പറയാൻ. പക്ഷെ സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നമ്മളെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി